ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ജിൽസ് വേൾഡ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് എഗ്ഗ് യൂസ് ചെയ്തിട്ട് ഒരു സ്പൈസി എഗ് റോസ്റ്റഡ് മസാല റെഡിയാക്കുന്ന വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഒരു പ്രാവശ്യം റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഇതേപോലെ തന്നെ വേണമെന്ന് തോന്നും. അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം. അതിനായിട്ട് ഏതെങ്കിലും ഒരു പാൻ എടുത്ത് അതിലേക്ക് ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നീട് ഒരു സവാള, ഒരു വലിപ്പമുള്ള സവാള ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തതാണിത്. ഇനി ചെറിയ സവാള ആണെങ്കിൽ അത് 2 എണ്ണം എടുത്താൽ മതിയാവും. അതൊന്ന് ജസ്റ്റ് കുക്കായി വരുന്ന സമയത്ത്, നല്ല ബ്രൗൺ കളർ ആവുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കുക്കായി വരുന്ന സമയത്ത് തക്കാളി ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തതാണിത്. ഒരു മീഡിയം സൈസ് തക്കാളിയാണ്. അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അത് രണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് കുക്കായി വരുന്നത് വരെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അടച്ചു വെക്കേണ്ട കാര്യമില്ല. നമ്മൾ സ്പൂൺ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അതിനുശേഷം അതൊന്ന് ജസ്റ്റ് കുക്കായ സമയത്ത് നമ്മൾ അതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. ക്യാപ്സിക്കം നമ്മുടെ കയ്യിൽ ഏത് കളറൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ ഗ്രീൻ ക്യാപ്സിക്കം മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു പകുതി ക്യാപ്സിക്കം മാത്രമേ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഈ ക്യാപ്സിക്കം കൂടെ ഒന്ന് വഴന്ന് ജസ്റ്റ് കുക്കായി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമ്മൾ അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് നേരം അത് കുക്ക് ചെയ്യണം. പിന്നെ ഫ്രണ്ട്സ്, നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാനിടുന്ന സമയത്തിന് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ടില്ലാത്തവർ അത് പോയി കണ്ടോളൂ കേട്ടോ. നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കിയ സമയത്ത് എല്ലാം കുക്കായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ട പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, അതേപോലെ തന്നെ മസാലപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നമ്മളിത് കൂടുതലായിട്ട് വെള്ളം ചേർക്കാതെ തിക്ക് ഗ്രേവി ആയിട്ടാണ് ഞാൻ ഈ റെസിപ്പി റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് കൂടുതലായിട്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് തന്നെ നമുക്ക് തിക്കായിട്ട് വന്നോളും. ആ ഗ്രേവി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നല്ല തിക്കായിട്ട് തന്നെ വന്നോളും കേട്ടോ. ഇപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നമുക്ക് തിക്ക് ഗ്രേവി ആവുന്നത് വരെ ജസ്റ്റ് ഒരു മിനിറ്റ് നമുക്ക് അതേപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് അതെല്ലാ ഭാഗത്തായിട്ട് പരത്തി വെച്ചിട്ട് നമുക്കതിൽ ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കണം. അതേ നമ്മൾ മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്കത് എല്ലാ ഭാഗത്തേക്കും പരന്നിരിക്കത്ത വിധം എല്ലാ ഭാഗത്തേക്കും ഒന്ന് മസാല റെഡിയാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു 3 ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 മുട്ടയാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ ആ ഹോൾ ഇട്ട ഭാഗത്ത് നമുക്ക് മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒരു സ്പെഷ്യൽ റെസിപ്പി തന്നെയാണ് കേട്ടോ. നിങ്ങൾക്കിത് ഒരു പ്രാവശ്യം കഴിച്ചാൽ വീണ്ടും കഴിക്കണം തോന്നും. നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു എഗ് മസാല തന്നെയാണിത്. നമ്മൾ എഗ് റോസ്റ്റഡ് മസാല ഇതേപോലെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ ചെറിയ കുട്ടികൾക്ക് പോലും കഴിക്കാൻ പറ്റും. അത്രയും ടേസ്റ്റിയാണ്. കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അത്രയേറെ എരിവൊന്നും ഉണ്ടാവില്ല. ഇനി നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സാധാരണ മുളക് പൊടിയും കൂടെ ചേർത്ത് കുറച്ച് പെപ്പർ പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല എരിവോട് കൂടിയിട്ടുള്ള എഗ് മസാല റോസ്റ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. പിന്നെ അതിൻ്റെ മുകളിലേക്ക്, ആ എഗ്ഗിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു അടപ്പ് യൂസ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് നേരം അതേപോലെ തന്നെ ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ടാകും. സാധാരണയായിട്ട് മുട്ട വേവിച്ചെടുത്തിട്ടൊക്കെ നമ്മൾ എഗ് റോസ്റ്റ്, എഗ് മസാല, എഗ് കറി ഒക്കെ നമ്മൾ റെഡിയാക്കി എടുക്കാറുണ്ടാവും എല്ലാവരുടെ വീട്ടിലും. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ആയിക്കോട്ടെ, ഇതേപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സ്പൈസിയാണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എഗ് ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാം ഇത് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഇതേപോലെ ഒരു റെസിപ്പി റെഡിയാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്ന് നമ്മൾ അതിൻ്റെ മുകളിലേക്കായിട്ട് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള എഗ് റോസ്റ്റ് മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് തന്നെ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമുക്കിത് 3ആയിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് അതേപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് തണുത്തതിന് ശേഷം നമുക്ക് എടുത്ത് മാറ്റുമ്പോൾ നമുക്ക് സൂപ്പറായിട്ട് തന്നെ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോ ആയി വരുന്നത്. ഓക്കെ, ബൈ.